ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 5 മാർച്ച് 2021 ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഏകദേശം 4.5% കറക്ഷൻ കാണാൻ സാധിച്ചു. അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ വിപ്രോ എന്ന സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്റ്റോക്കിൽ അത്ര വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായില്ല. അതായത് പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 438 ഇപ്പോഴത്തെ അതായത് ഇന്നത്തെ ട്രേഡിങ്ങിലെ ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 440 രൂപയുമായിരുന്നു. 440 രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് 417 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തി. അതിനുശേഷം 422 എന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡും അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും പ്രതീക്ഷിച്ച് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഫോളാണ് കാണാൻ സാധിച്ചത്. ഇനി ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം വിപ്രോ എന്ന സ്റ്റോക്കിൽ ഏകദേശം 10% കറക്ഷൻ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വിപ്രോ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 10% കറക്ഷനിൽ നമ്മൾക്ക് ഒട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 100% കൂടുതൽ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോ. അതായത് COVID-19 പാൻഡമിക് സമയത്ത് ഈ സ്റ്റോക്ക് ഏകദേശം 160 രൂപ എന്ന റേഞ്ചിലെത്തി. അവിടെ നിന്നും ഈ സ്റ്റോക്ക് 450 രൂപ എന്ന റേഞ്ചിന് മുകളിൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഈ സ്റ്റോക്ക് 10% കറക്ഷനായത്. അതുകൊണ്ട് കറക്ഷനെ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുന്ന 10% കറക്ഷനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ എന്തുകൊണ്ടാണ് കറക്ഷൻ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ഇന്ത്യൻ IT കമ്പനിയായ വിപ്രോ എന്ന കമ്പനി $1.45 ബില്യൺ ലണ്ടൻ ബേസ്ഡ് ഡിജിറ്റൽ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായ ക്യാപ്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനി എന്ന കമ്പനിയെ അക്വയർ ചെയ്തത്. ഈ അക്വിസിഷൻ നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ട്രേഡിംഗ് സെഷനായ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഏകദേശം 4% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. ഇനി ഇന്നലെ വിപ്രോ എന്ന കമ്പനി എക്സ്ചേഞ്ചിൽ കൊടുത്ത ഫില്ലിങ്സിൽ പറയുന്നത് ഈ അക്വിസിഷൻ അല്ലെങ്കിൽ ഈ ഡീല് വഴി കമ്പനിക്ക് BFSI സെക്ടർ അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ ഏകദേശം 30ഓളം പുതിയ ലാർജ് ക്ലയൻസിനെ ലഭിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ കമ്പനിയുടെ BFSI ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഷുറൻസ് സെക്ടറിന് സ്ട്രെങ്ത് പകരുന്നതുമായ ഒരു ഡീലാണ് എന്നുള്ളതാണ്. വിപ്രോയുടെ ലാസ്റ്റ് Q3 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൽ 30% റവന്യൂ BFSI സെഗ്മെൻറ്റിൽ നിന്നാണ് വന്നത്. അതായത് ഈ BFSI സെഗ്മെൻറ്റിനെ കമ്പനി എൻഹാൻസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഈ BFSI സെഗ്മെൻറ്റിനെ കമ്പനി എൻറിച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആകേണ്ടതായിരുന്നു. അതുകൂടാതെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പോസ്റ്റ് പാൻഡമിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അതായത് എല്ലാ കമ്പനികളും ഡിജിറ്റൽ ബേസ്ഡ് കൺസൾട്ടൻസിയും അതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി അക്വയർ ചെയ്യുകയാണ്. അതേപോലുള്ള ഒരു അക്വിസിഷനാണ് വിപ്രോ എന്ന സ്റ്റോക്കും നടത്തിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ അക്വിസിഷൻ്റെ ഔട്ട്കം നമ്മൾ മാർക്കറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഈ അക്വിസിഷന് എഗനിസ്റ്റ് ആയിട്ടുള്ള ചില കൺസേൺസ് ആണ് റൈസ് ചെയ്തിരിക്കുന്നത്. ഈ കൺസേൺസിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് വിപ്രോ എന്ന സ്റ്റോക്കിൽ കറക്ഷൻ കാണാൻ സാധിച്ചത്. പ്രമുഖ റിസർച്ച് ഏജൻസിയും അതുപോലെ തന്നെ ബ്രോക്കേജ് സർവീസ് പ്രൊവൈഡറുമായ മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വിപ്രോ ക്യാപ്കോ അക്വിസിഷൻ ഡീലിൽ 2 തരത്തിലുള്ള റിസ്കുകളാണുള്ളത്. ഒന്ന് ഇൻ്റഗ്രേഷൻ ബേസ്ഡ് റിസ്ക്കും രണ്ടാമത്തേത് എക്സിക്യൂഷൻ ബേസ്ഡ് റിസ്ക്കും. ഇൻ്റഗ്രേഷൻ ബേസ്ഡ് റിസ്ക് എന്താണെന്ന് പറയാം. ഇൻ്റഗ്രേഷൻ ബേസ്ഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഡീലിലുള്ള ഓവർ വാല്യൂഷൻ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ഡീൽ ആണ് എന്നുള്ള ബ്രോക്കേജിംഗ് ഏജൻസികളുടെ റിപ്പോർട്ടാണ് ഇൻ്റഗ്രേഷൻ റിസ്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ക്യാപ്കോ എന്ന കമ്പനിയുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ നോക്കുകയാണെങ്കിൽ $700 മില്യൺ ആണ്. അതുപോലെ തന്നെ വിപ്രോ എന്ന കമ്പനിയുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം $8.5 ബില്യൺ കാണാൻ സാധിക്കും. അതായത് വിപ്രോ എന്ന കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 10% പോലും ആനുവൽ റവന്യൂ ഇല്ലാത്ത കമ്പനിയാണ് ക്യാപ്കോ. ഇനി ഈ കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി വിപ്രോ പേ ചെയ്തത് $1.5 ബില്യൺ ആണ്. അതായത് ഇത്രയും വലിയ ഒരു എമൗണ്ട് വിപ്രോ പേ ചെയ്തതുകൊണ്ട് ഈ ഡീലിൻ്റെ വാല്യുവേഷൻ ഏകദേശം 75% ഓവർ വാല്യൂഡ് ആയിട്ടാണ് വിവിധ അനലിസ്റ്റ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ റിസർച്ച് ഏജൻസികളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ഡീലിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ബേസ്ഡ് റിസ്ക്.
വിവിധ അനലിസ്റ്റ് ഗ്രൂപ്പുകളുടെ റിപ്പോർട്ട് പ്രകാരം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡീൽ മൂലം വിപ്രോയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിലും അതുപോലെ തന്നെ കമ്പനിയുടെ എബിറ്റയിലും നിയർ ടൈം എൻഡിൽ ഒരു ഡിക്ലൈൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നോക്കാം. വിപ്രോയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 18% മുതൽ 20% വരെയാണ് വിപ്രോയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ക്യാപ്കോ എന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 10% മുതൽ 12% വരെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് കമ്പനികളും ഒറ്റ എൻറ്റിറ്റി കമ്പനിയായി വർക്ക് ചെയ്യുമ്പോൾ ഈ കമ്പൈൻഡ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് കമ്പനിയുടെ എബിറ്റയിലും അതുപോലെ തന്നെ ഏണിംഗ് പെർ ഷെയറിലും ഡിക്ലൈൻ ഉണ്ടാക്കാൻ കാരണമാകും. അനലിസ്റ്റ് ഏജൻസികളുടെ കാൽക്കുലേഷൻ പ്രകാരം എബിറ്റയിൽ ഏകദേശം 2% ഡിക്ലൈനാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ സ്റ്റോക്കിന് അപ്സൈഡിലേക്ക് മൂവ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കുറച്ച് പോസിബിലിറ്റി മാത്രമാണ് വിവിധ ബ്രോക്കേജ് ഏജൻസികളും അതുപോലെ തന്നെ റിസർച്ച് ഏജൻസികളും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബ്രോക്കേജ് ഏജൻസികളുടെ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള റേറ്റിംഗും അതുപോലെ തന്നെ ടാർഗറ്റും ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് എക്സിക്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള റിസ്ക് കൂടി മനസ്സിലാക്കാം. അതായത് എക്സിക്യൂഷൻ ബേസ്ഡ് റിസ്ക് മനസ്സിലാക്കണമെങ്കിൽ വിപ്രോ എന്ന കമ്പനി ലണ്ടൻ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള അല്ലെങ്കിൽ ലണ്ടൻ ബേസ്ഡ് കൺസൾട്ടിംഗ് ബിസിനസ് എന്ന കമ്പനിയെയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. ഇതുമൂലം ഈ കമ്പനിയുടെ അതായത് ക്യാപ്കോ എന്ന കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കമ്പനിയുടെ കീ പേഴ്സണൽസ്, കമ്പനിയുടെ മാർക്കറ്റ് അപ്രോച്ച് എന്നിവയിലെല്ലാം മാറ്റമുണ്ടാകും. ഇങ്ങനെയുള്ള മാറ്റം മൂലം കമ്പനിയുടെ എക്സിസ്റ്റിംഗ് 30 ലാർജ് ക്ലയൻസിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് എക്സിക്യൂഷൻ ബേസ്ഡ് റിസ്ക് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഈ രണ്ട് റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്ത് വിവിധ ബ്രോക്കേജിംഗ് ഏജൻസികൾ വിപ്രോ എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന റേറ്റിംഗും അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസും പരിചയപ്പെടാം. ക്രെഡിറ്റ് സ്യൂസ് എന്ന കമ്പനി ന്യൂട്രൽ റേറ്റിംഗും ടാർഗറ്റായിട്ട് 500 നൽകിയിരിക്കുന്നത്. UBS ന്യൂട്രൽ റേറ്റിംഗും ടാർഗറ്റായിട്ട് 470 നൽകിയിരിക്കുന്നത്. CLSA അണ്ടർ പെർഫോം റേറ്റിംഗും ടാർഗറ്റായിട്ട് 460 നൽകിയിരിക്കുന്നത്. മോട്ടിലാൽ ഓസ്വാൾ ന്യൂട്രൽ റേറ്റിംഗും ടാർഗറ്റായിട്ട് 450 നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി അണ്ടർ വെയ്റ്റും ടാർഗറ്റായിട്ട് 410 നൽകിയിരിക്കുന്നത്. ജെഫറീസ് അണ്ടർ പെർഫോം കാറ്റഗറിയും അതുപോലെ തന്നെ ടാർഗറ്റായിട്ട് 380 നൽകിയിരിക്കുന്നത്. അതായത് വിപ്രോയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അപ്പ് ലെവലിലേക്കുള്ള ടാർഗറ്റ് വളരെ കുറവാണ്. ഇതുകൊണ്ടാണ് ഇന്ന് വിപ്രോയുടെ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾക്ക് നല്ല ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത്. ഇനി നമ്മൾക്ക് വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ടായിട്ട് വിവിധ ബ്രോക്കേജിംഗ് ഏജൻസികൾ ഈ ഡീലിന് നൽകിയിരിക്കുന്ന ഔട്ട്ലുക്ക് റിപ്പോർട്ട് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതായത് പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ നൊമൂറയുടെ ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം വിപ്രോ ക്യാപ്കോ ഡീൽ വഴി വിപ്രോ എന്ന് പറയുന്ന ഇന്ത്യൻ IT കമ്പനിക്ക് കൺസൾട്ടിംഗ് ബിസിനസ്സിലേക്ക് അത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഡീൽ വഴി കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിൽ ഡിക്ലൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനിയുടെ എബിറ്റയിൽ ഡിക്ലൈൻ ഉണ്ടാകും. ഇത് കമ്പനിയുടെ ബോട്ടം ലൈനിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ വിപ്രോ എന്ന സ്റ്റോക്ക് പ്രൈസിൽ ഇത്രയും നല്ല ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്